Assalamu alaikum. Welcome back to day 6 of 50 days of our weight loss journey. ഇന്ന് വന്നിട്ട് 6ാമത്തെ ദിവസമാണ്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യണില്ല. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ 2 ഗ്ലാസ് നോർമൽ വാട്ടർ കുടിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു സിമ്പിൾ ഓട്സ് ബനാന സ്മൂത്തിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സ്മൂത്തി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് നിങ്ങൾക്ക് നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഞാൻ പ്ലെയിൻ ആയിട്ടാണ് കുടിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരു ആപ്പിൾ ബനാന ഓട്സ് സ്മൂത്തി ഉണ്ടാക്കിയപ്പോൾ അതിന് മുകളിൽ പംകിൻ, സൺഫ്ലവർ സീഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിയാ സീഡ് സോക്ക് ചെയ്തിട്ട് അതും നിങ്ങൾക്ക് ടോപ്പിങ്സ് ആയിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ടാണ് ഇത് കുടിക്കാൻ പോണത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒരു ബൗളിലാക്കിയിട്ട് അതുമ്മേൽ ഫ്രൂട്ട്സ്, പിന്നെ ചിയാ സീഡ്, നട്ട്സൊക്കെ ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനൊന്നും ഇപ്പോൾ നിൽക്കണില്ല, കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ലഞ്ച് അത്യാവശ്യം ഹെവി ആവുന്നുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സിമ്പിളാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ലായിക്കുട്ടനും എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്സ് കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചിലർക്ക് ഇങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ വയറുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്സ് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ടോപ്പിങ്സ് ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് ആഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കുറക്കുകയാണ് അത്രയും നല്ലത്. ഈ ഗ്രീക്ക് യോഗേർട്ട് ഉണ്ടല്ലോ, അതില്ലാത്തവരും അതൊന്ന് വാങ്ങിച്ചേക്കുക, കാരണം അത് വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു സ്മൂത്തി ടേസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീലേ വരുള്ളൂ. അപ്പോൾ ഗ്രീക്ക് യോഗേർട്ട് ഇല്ലാത്തവരും അത് എന്തായാലും നോ ആഡഡ് ഷുഗറിൻ്റെ തന്നെ വാങ്ങിക്കുക. ഫ്ലേവറിലൊന്നും വാങ്ങിക്കരുത്. എനിക്ക് ഫ്ലേവറിൽ ഭയങ്കര ഇഷ്ടമാണ് യോഗേർട്ട് വെറുതെ കഴിക്കാനൊക്കെ, പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പ്ലെയിൻ യോഗേർട്ട് ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഫ്ലേവർഫുൾ ആക്കി എടുക്കുക. അത്ര തന്നെ മധുരമൊന്നും കിട്ടില്ല, കാരണം അതിൽ ആഡ് ഷുഗേഴ്സ് തന്നെ നമ്മളത് ആഡ് ചെയ്യൂല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പ്ലെയിൻ യോഗേർട്ട് വാങ്ങിയിട്ടുള്ള സ്പൂൺ ഇടാത്ത സ്മൂത്തിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ ആൻഡ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് വേണം കേട്ടോ. സമയം കുറച്ച് വൈകിട്ടുണ്ട്. ലഞ്ച് കഴിക്കേണ്ട സമയമാണ്. 1:30 കഴിഞ്ഞ് 2 മണിയായിട്ടുണ്ട്. ലഞ്ച് കഴിക്കുകയാണ്. ഇന്നത്തെ ലഞ്ച് വന്നിട്ട് വീറ്റ് ബ്രെഡും ക്യാരറ്റ് ഉപ്പേരി, പിന്നെ അതുപോലെ ചിക്കനുമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹെവി ആയിട്ട് ഞാൻ ഫുഡ് കഴിക്കും. ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അത്രയും സിമ്പിളാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് കഴിക്കുക. ഇനി അധികം പറഞ്ഞു നിൽക്കാനൊന്നും ടൈമില്ല. ഇത് കഴിച്ചതിൻ്റെ ശേഷം എന്നും പറയണ പോലെ തന്നെ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്, ഓവർ ഈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി കിടക്കാതെ, ഓൾമോസ്റ്റ് എല്ലാവരും ഉച്ചക്കൊന്ന് റെസ്റ്റ് എടുക്കണവരാവുമല്ലോ, മീൻസ് ജോബും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നേരെ പോയി കിടക്കാതെ 10 മിനിറ്റെങ്കിലും നടക്കുക. ഇന്നലെ എനിക്ക് അങ്ങനെ നടക്കാൻ ടൈം കിട്ടില്ലായിട്ട് 5 മിനിറ്റാണ് ഞാൻ നടന്നത്. പക്ഷേ ടൈം കിട്ടണമെന്ന് 10 15 മിനിറ്റെങ്കിലും നടക്കുക. ഫുഡ് കഴിച്ചേ പാടെ അങ്ങനെ കിടക്കാതിരിക്കുക. ഫുഡ് വന്നിട്ട് ഇതാണ്. ക്യാരറ്റ് ഉപ്പേരി ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കനുണ്ട്, 3 വീറ്റ് ബ്രെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈവനിങ് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കണം. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നടന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. അതിൻ്റെ ഇടയിൽ 1-2 വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, അപ്പോൾ അതും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി ഈവനിങ് എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുക്കണം എന്നാണ് ഇന്ന് കരുതുന്നത്. കാരണം ഇന്ന് മോർണിംഗ് നട്ട്സ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. ഈവനിങ് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ട് എടുക്കണം. വീറ്റ് ബ്രെഡിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസുമതി റൈസ് യൂസ് ചെയ്യുക. ഒരു 50 ഗ്രാം 75 ഗ്രാം അത്രയൊക്കെ ബസുമതി റൈസ് യൂസ് ചെയ്യാം. ചപ്പാത്തി യൂസ് ചെയ്യുക, വീറ്റ് ദോശ യൂസ് ചെയ്യാം. നോർമൽ ചോറ് വേണമെങ്കിലും കഴിക്കുക. അത്രയും ക്വാണ്ടിറ്റി കുറച്ചിട്ട് സൈഡ് അത്രയും കൂട്ടിയിട്ട് അത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ചോറൊക്കെ അത്ര ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശക്കും. അപ്പോൾ അടുത്ത ടൈമിൽ നമ്മൾ അധികം ഈറ്റ് ചെയ്യും. അപ്പോൾ അതിക്കാരും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും വീറ്റിൻ്റെ ഐറ്റംസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ഈറ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഫൈബർ ഉണ്ടാവുകൊണ്ട് നമ്മളെ കുറേ ടൈം ഫില്ലായിട്ട് ഇരിക്കും. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ, ഇനി ഈവനിങ് കാണാം. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് താഴെ നിന്ന് വന്നു. ഇന്ന് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് ലോങ്ക എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ടല്ലോ. ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതാ
ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനതെടുത്ത് മേലേക്ക് തന്നെ പോകുന്നതാണ്. എന്താ മേലേക്ക് തന്നെ പോകുന്നതെന്ന് വെച്ചാൽ ലായ്ക്കുട്ടനെ എണീറ്റിട്ടില്ല. ലായ്ക്കുട്ടനെ എണീക്കാൻ ആയിട്ടുണ്ട്. ലായ്ക്കുട്ടനെ എണീറ്റിട്ട് താഴെ പോവുക. ഇനി എടുത്ത് പോയാൽ പിന്നെ വെറുതെ ഉറക്കം തെളിയാതെ എണീറ്റാൽ കുറുമ്പാവും. അപ്പോൾ പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു അരമണിക്കൂർ എന്തായാലും നടക്കാനും കൂടി ഉള്ള ടൈം കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ലായി എണീക്കും വരെ നടക്കും കൂടിയും ചെയ്യണം. അപ്പോൾ ഇപ്രാവശ്യം ഡയറ്റ് എടുത്തിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ഫേസിൽ അങ്ങനെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഒന്നാമത് വല്ലാതെ മേലനങ്ങണില്ല. നടത്തം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്റ്റെയർ കയറി ഇറങ്ങുക. ഞാൻ ചെയ്യാറുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാറുണ്ട് അരമണിക്കൂർ. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം നടക്കാറുണ്ട്. ഡയറക്റ്റ് അങ്ങനെ പോയി കിടക്കാറില്ല. പിന്നെ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയർ കയറി ഇറങ്ങും. സ്റ്റെയർ കംപ്ലീറ്റ് കയറി ഇറങ്ങും. അങ്ങനെ ഒരു 10 റൗണ്ടൊക്കെ ചെയ്യും. പിന്നെ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഒരു 10 റൗണ്ടും കൂടിയും ചെയ്യും. പിന്നെ ചിലപ്പോൾ ചെയ്യാറുള്ളത് സ്റ്റെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുമ്പോൾ അങ്ങനെ ഒരു കാലും ഇങ്ങനെ അടിയിലും വെച്ചിട്ട് ഇങ്ങനെ ലഞ്ചസ് പോലെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റണ എന്താ വേണം. പിന്നെ നിങ്ങളടുത്ത് എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടാവുക വെച്ചിട്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ ഡംബൽസൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതൊന്നും എടുത്തിട്ട് മരുങ്ങാറില്ല. അതാണ് സത്യം. ഒന്നാമത് ടൈം കിട്ടാറില്ല. അപ്പോൾ പിന്നെ എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് കുറയൊന്നും വേണ്ട. എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് കുറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു ഇതൊക്കെയാണ് ഇപ്പോൾ തന്നെ പിന്നെ ഫുഡ് കഴിച്ച് ശീലമാക്കി കൊണ്ടുവരണത്. നമ്മൾ ഇപ്പോൾ ഒരു 90 ഡേയ്സൊക്കെ നമ്മളിങ്ങനെ ഒരു റൂട്ടീനിൽ പോയാൽ പിന്നെ നമുക്ക് കുറേ ഫുഡുകൾ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ക്രേവിങ്സ് വരില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇനി പുറത്തുനിന്നുള്ള ബിരിയാണി അങ്ങനത്തെ ഐറ്റംസും കല്യാണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒഴിവാക്കാതെ അങ്ങനത്തെ ഒക്കെ കഴിക്കുക. അങ്ങനത്തെ ഒന്നും നമ്മൾ കൊതി ഉണ്ടായിട്ട് കഴിക്കാതിരിക്കുക, അതൊന്നും വേണ്ട. അതൊക്കെ കഴിക്കുക. പക്ഷേ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുക. നമ്മൾ നോർമലി വീട്ടിൽ ചോറാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റൊക്കെ കഴിക്കണത് ചിലപ്പോൾ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഇടും. അതൊക്കെ ഒന്ന് കുറയ്ക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ ഫുഡും കഴിച്ചിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഡയറ്റ് എടുത്തിട്ട് ഇപ്പോൾ എൻ്റെ മുഖത്തോ അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ക്ഷീണമോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. എനിക്ക് വല്ലാതെ വെയിറ്റും കുറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു 1 kg ഒക്കെ ഞാൻ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു മീൻസ് ഞാനങ്ങനെയാണ് കരുതുന്നത്. കാരണം അത്രയൊക്കെ കുറയാനേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാളാണ് എനിക്ക് വെയിറ്റ് നോക്കേണ്ടത്. ഇനി മറ്റന്നാൾ വെയിറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഞാനിതിരുന്ന് കഴിക്കട്ടെ കേട്ടോ. ഇത് ഓരോന്ന് തൊലിച്ച് കഴിക്കണം. ഞാൻ കഷ്ടപ്പെട്ടിട്ട് തൊലിച്ചിട്ടുണ്ട്. പിന്നല്ലേ ഇതിൻ്റെ അടിയിൽ ഈ കാണുന്നതില്ലേ എൻ്റെ ലായ്ക്കുട്ടൻ്റെ ഫോണാണ്. അപ്പോൾ ലായ്ക്കുട്ടൻ അങ്ങനെ ചെവിയിൽ വെച്ചിട്ട് എന്ന് പറയുന്ന ഫോണാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിക്കാൻ ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ ഞാൻ. കഴിക്കുകയാണ്. പിന്നെ നിങ്ങളെ വീട്ടിൽ പപ്പായ അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിച്ചാൽ മതി. കാരണം കടയിൽ നിന്ന് വാങ്ങണേക്കാൾ ഫ്രൂട്ട്സിനേക്കാൾ നല്ലത് അതൊക്കെയാണ്. പപ്പായ ഒക്കെ നല്ലൊരു ലോ കാലറി ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഡയറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ. അപ്പോൾ ഇനി നൈറ്റിലുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ഡേ 5 ഓഫ് അവർ വെയിറ്റ് ലോസ് ജേർണിയിൽ അപ്പോൾ ഇന്നത്തെ ഡേയും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ട് ഈ റോബസ്റ്റ് മാത്രമേ കഴിക്കാനുള്ളൂ. കാരണം ഞാൻ നേരത്തെ കുറച്ച് ഫ്രൂട്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് ആൻഡ് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞൊരു അൽഫാം പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒന്നിനും പുറത്തുനിന്ന് കൊണ്ടുവന്നതായിരുന്നു. കുഞ്ഞൊരു പീസ്, ഒരു ഫുൾ അൽഫാമും കഴിച്ചിട്ടില്ല, ഹാഫും കഴിച്ചിട്ടില്ല, അതിലേറെ കുഞ്ഞൊരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഈ റോബസ്റ്റ് പഴം കഴിച്ചിട്ട് ഇന്നത്തെ മീൽ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. പിന്നെ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.